നഷ്ടമാണ്. ഇത് LDFന് ഭയങ്കര നഷ്ടമായി പോയെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാൻ പറയണത് പാർട്ടി MLA ആയിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയെ പിതൃസ്ഥാനത്ത് കണ്ടിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെതിരായിട്ടും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാം. ആ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസാണ്, ഉപജാപക സംഘമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ? അല്ലേ? അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ? അതിനൊക്കെ ഞാൻ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായിട്ട്. അത് രാഷ്ട്രീയമല്ലേ, അന്ന് കൊടുക്കേണ്ട മറുപടി അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, പിറ്റേ ദിവസത്തേക്ക് വെച്ചില്ല. അറിയല്ല. ചർച്ചയും നടത്തിയിട്ടില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല. പക്ഷെ എല്ലാവരുടെയും പൊതുവായ ഒറ്റ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത്, എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായം. പാർട്ടിയിലൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ട്? ഇത് നമ്മൾ എന്തോരം ചോദ്യം ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞല്ല, ക്ലിയർ ചെയ്തല്ല, ക്ലിയറാണല്ലോ. നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങൾ, പൊളിറ്റിക്കൽ വിഷയങ്ങൾ, അതുപോലെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എല്ലാം UDFന് അനുകൂലമായ സാഹചര്യമല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അത് നോക്കാം, നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. സന്തോഷം. ഞാനിപ്പോഴാണ് വരുന്നത്, അതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം. അല്ല, ഭീഷണിയുടെ സ്വരത്തിലല്ല, അത് അദ്ദേഹം പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്, കൂടെ വന്ന ഒരാൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. കൂടെ വന്ന ഒരാൾ ഈ അദ്ദേഹം പറഞ്ഞെന്ന് പറയില്ലേ, ഇദ്ദേഹത്തെ ശരിക്കും അന്ന് ചില മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ മകനെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറഞ്ഞതേ, ചോദ്യം, പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു, പറവൂരിൽ കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അടുത്ത വാചകം, കത്ത് കിട്ടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്. അപ്പോൾ ആരായാലും പ്രകോപിതനാവുമല്ലോ. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ഇതിൻ്റെ അകത്ത് എന്താ കാര്യമുള്ളത്? ഞാനവരെ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ, ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ ഇന്ന് അവർ സമ്മതിച്ചല്ലോ ഞങ്ങളോട്. ചില ഭാഗങ്ങൾ ഒരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ്. അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി KPCC പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം പറയാം. ഒരു 10 ദിവസത്തിനുള്ളിൽ തീരുമാനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 ദിവസം എടുക്കില്ല, അതിനു മുമ്പേ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് വന്ന് ആ കത്തെടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് അവരെ നിങ്ങളെല്ലാം കാണാൻ ചെന്നപ്പോൾ അവരെ ആ കത്തിൻ്റെ കാര്യം പറഞ്ഞു. അല്ലല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ മകനൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്, മകനൊന്നും എന്നോട് പറഞ്ഞില്ല. കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, BJPക്കാരും CPMകാരും ഭയങ്കരമായ സമ്മർദ്ദം അവരുടെ മീതെ ചെലുത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അറിയാല്ല, ആ ടോൺ അറിയാല്ല. അത് ഇദ്ദേഹമല്ല പറഞ്ഞത്, ഈ പയ്യനൊന്നും പറഞ്ഞില്ല, ഈ മകനല്ല പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു കൂടെ വന്ന്. ഞാൻ കുടുംബത്തെക്കുറിച്ച് ഒരു അക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് തോന്നിക്കാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് ടോണാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊരു വാചകം ഇങ്ങോട്ട് പറയാം. അല്ല, പറയാം, വാചകം പറയാം. അത് അദ്ദേഹം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. കൂടെ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്, അത് ഉള്ള കാര്യമല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, നിങ്ങളങ്ങനെ കൂടെ വന്ന ഒരാൾ പറഞ്ഞതെന്ന്. സത്യമല്ലേ പറഞ്ഞത്? പാർട്ടി നിയമിച്ച കമ്മിറ്റി അത് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ അത് സംബന്ധിച്ച തീരുമാനം എടുക്കും. പാർട്ടി ആ കാര്യത്തിലൊക്കെ വളരെ ഇതാണ്, വിശദമായി അന്വേഷിക്കുകയാണ്. പിന്നെ ടു ബി ഹേർഡ്, അവർക്കെതിരായിട്ടൊരു ആരോപണം വന്നു, സ്വാഭാവിക നീതിയാണ് അവരെ കൂടി കേൾക്കുക എന്നുള്ളത്. അവരെ കൂടി കേട്ട് കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ അഭിപ്രായം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു പ്രൊസീജിയറുണ്ട്, അത് കേട്ട് അവർ റിപ്പോർട്ട് തരും. ഒരു അന്വേഷണം നടക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ.
എൻ്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത് ഇത് പുറത്തു വരുന്നതിന് 2 ദിവസം എൻ്റെ മുമ്പിൽ ഇപ്പോഴെത്തിയത് എൻ്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ 2 ദിവസം മുമ്പ് എത്തിയത്. ഇത് പുറത്തു വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ്. അത് നമ്മൾ പാർട്ടിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്നും പറയും. അവർ എന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമില്ല. എൻ്റെ പറവൂരിലെ വീട്ടിൽ ഓപ്പണായിട്ട് വന്ന് എനിക്ക് തന്നത്. അദ്ദേഹത്തിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ വിജയേട്ടൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിജയേട്ടൻ ആരോടും പാർട്ടിയിലെ ലീഡർഷിപ്പിൽ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെന്ന് അത് അവിടുത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പരാതിയല്ല അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾ അങ്ങനെ ആക്കണ്ട. അല്ലല്ല അതല്ല നമുക്ക് പരിശോധിക്കാമല്ലോ. നമുക്കിപ്പോൾ ഈ റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിക്കുകയും എം ഇ ഗോവിന്ദനല്ലേ. എം ഇ ഗോവിന്ദൻ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ആത്മഹത്യ നടന്നുപോയി അല്ലേ. ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബ്രഹ്മഗിരി ഇടപാടുണ്ട്, സൊസൈറ്റിയുടെ ഇടപാട്. CPM നേതാക്കന്മാർ മാത്രമുള്ളത്. 200 കോടി രൂപ മുതൽ 400 കോടി രൂപ വരെ ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് ഷെയർ ഹോൾഡേഴ്സിന്. ഇഷ്ടംപോലെ കേസുകളുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. 400 കോടി വയനാട്ടിലെ ആളുകളെ പറ്റിച്ച് ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ വലിയ അപകടത്തിൽ നിൽക്കുന്ന വീടുകളിൽ പോയി അതിൻ്റെ ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കുക. ഈ 400 കോടിയുടെ ബാധ്യത CPM ഏറ്റെടുക്കുക. CPM നേതാക്കന്മാർ പിന്നെ എത്ര സൊസൈറ്റിയുടെ കാശാണ്, എത്ര സൊസൈറ്റിയുടെ കാശാണ്, എത്ര സൊസൈറ്റിയുടെ നിന്ന് പൈസ മേടിച്ചു, എത്ര പാർട്ടിക്കാരുടെ നിന്ന് ഷെയർ മേടിച്ചു, എത്ര പേര് പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് ആ സൊസൈറ്റി കൊണ്ടേ കൊടുത്ത്, പെൻഷൻ കിട്ടിയ കാശ് കൊണ്ടേ കൊടുത്തു ഇല്ലേ, ഷെയർ കൊണ്ടേ കൊടുത്ത്. അവരുടെയൊക്കെ കാര്യമൊന്ന് അന്വേഷിക്കാൻ പറ. അല്ലല്ല അവരോടൊന്ന് അന്വേഷിക്കാൻ പറ. അല്ല അതിൽ ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടാവും. അല്ല ഞാൻ എം ഇ ഗോവിന്ദനെ മറുപടി കൊടുത്തു, നിങ്ങൾക്കല്ല. എം ഇ ഗോവിന്ദൻ പറഞ്ഞതിന് ഞാൻ മറുപടി. അതുപോയി അന്വേഷിക്കട്ടെ. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം. ഇത് പോയി അന്വേഷിക്കും എം ഇ ഗോവിന്ദൻ. അതെന്താ അത് കാശല്ലേ 400 കോടിയെ അടിച്ചു മാറ്റിയതാണ് 400 കോടി. പാർട്ടി ലീഡർഷിപ്പ് CPM അല്ലാത്ത വല്ലവരും ഉണ്ട് അതിൻ്റെ അകത്ത്. CPM നേതൃത്വം അടിച്ചു മാറ്റിയാണ് 400 കോടി. എന്നിട്ട് ഈ സംസ്ഥാന സെക്രട്ടറിക്ക് നാണമുണ്ട് ഈ വയനാട്ടിൽ വന്നിട്ട് ഈ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പോയി വഴി നോക്കാൻ പറ. അതൊക്കെ ഞാൻ KPCC പ്രസിഡന്റ് അല്ലല്ലോ, KPCC പ്രസിഡന്റ് പറയും. നിരന്തരം കഴിഞ്ഞ തവണ പുൽപ്പള്ളിയിൽ ഇതേപോലെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലൊക്കെ ഇത്തവണ ഇവിടെ ബത്തേരിയിൽ സംഭവിച്ചു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നിയമനത്തിൽ നടത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ എങ്ങനെയായിരിക്കും പാർട്ടി ഇടപെടൽ നടത്തുന്നത്? അല്ല, പാർട്ടി ഉറപ്പായിട്ട് എവിടെയെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടും. വ്യാപകമായിട്ട് അങ്ങനത്തെ പരാതികളൊന്നും വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പരാതികളുണ്ട്. ആ പരാതി ഇടപെടും, ഉറപ്പായിട്ട് ഇടപെട്ട് പരിഹരിക്കും. അങ്ങനെ നിയമന കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർശനമായിട്ടുള്ളൊരു ഇത് വരുത്തും. അത് പാർട്ടി ഒരിക്കൽ ചർച്ച ചെയ്താണ് ഗൗരവമായിട്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കും. ഒരു കാരണവശാൽ അങ്ങനെ നിയമന കാര്യത്തിൽ അഴിമതി നടത്താൻ പാടില്ലാത്ത തരത്തിലൊരു നല്ല പ്രോട്ടോക്കോൾ ഉണ്ടാക്കും. 1-2 സ്ഥലങ്ങളിൽ നിന്നുള്ള പരാതി വന്നപ്പോൾ തന്നെ പാർട്ടി അത് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തൊന്നും അങ്ങനെയില്ല. ഞങ്ങളവിടെ ഒന്നും അങ്ങനത്തെ യാതൊരു വിഷയമില്ല, ഒരു വിഷയമില്ല. ഞങ്ങൾ പ്രതിരോധിച്ചില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ ഈ പോലീസ് അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതം ഇന്ന് സാധാരണ ഞങ്ങളാ ഭരിക്കുന്നെങ്കിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു നിയോജകമണ്ഡലത്തിലൊരു ബാങ്കിൽ 1.5 കോടി രൂപ ഇൻകം ടാക്സിൽ അടയ്ക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. 19 ലക്ഷം രൂപ ഇൻകം ടാക്സിൽ അടച്ച് ബാക്കി കാശ് എവിടെയെന്ന് അറിയില്ല. CPM ഭരിക്കുന്ന ബാങ്കാണ്. ഇതുവരെ പിടിയില്ല. 19 ലക്ഷത്തിൻ്റെ റെസീറ്റ് ഉണ്ട് ഇൻകം ടാക്സിൽ അടച്ചത്. പല സ്ഥലത്തും പല തട്ടിപ്പും നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ അന്വേഷണം തെറ്റാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ആരെയും ഡിഫെൻഡ് ചെയ്തിട്ടില്ല, ഒരാളെയും ഡിഫെൻഡ് ചെയ്തിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഞങ്ങളിതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള വസ്തുതകൾ നടക്കും. അല്ല, അത് നമുക്ക് അല്ലല്ല, പാർട്ടിക്ക് അറിയില്ല, പാർട്ടിക്ക് അറിയത്തില്ല. അതല്ല, പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അവരെയും കൂടി കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കും. ഉറപ്പായിട്ട് തീരുമാനമെടുക്കും.
ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിജയേട്ടൻ മരിച്ചതിൻ്റെയാണ് തിരുവഞ്ചൂർ രാജേഷിന്റെ കമ്മിറ്റി വന്നത്. അതുപോലെ അറിയില്ല ഇയാൾക്ക്.